ശരു, ദേ ഇവിടെ ഒരു പുഴു. ഹിഹി. വാ ഇനി കളിക്കാം. ചക് ചക്. അയ്യോ, കണ്ണിൽ മണ്ണ് പോയി. ഞാൻ നോക്കാം സൂത്ര. ആ, ഒരു പൊടി കിട്ടി. സൂത്രന്റെ കണ്ണിൽ മണ്ണ് കയറിയതാ. ഞാൻ എടുത്തു കൊടുത്തു. അത്രയുള്ളൂ അല്ലേ? എന്നാൽ കുഴപ്പമില്ല. ചക് ചക്. അയ്യോ, കണ്ണിൽ മണ്ണ് വീണേ. എന്റെ കണ്ണിലും മണ്ണ് വീണേ. എന്താ തെരയുന്നത്? എന്താ തെരയുന്നത്? കണ്ണുകൊണ്ട് പന്തടിച്ചു കളിച്ചതാ. പുല്ലിനിടയിലേക്ക് തെറിച്ചുപോയി. ഇതിനൊക്കെ വേറെ സൂത്രമുണ്ട്. പന്ത് തരയാനോ? അല്ലെന്നേ, അടിച്ചാലും പന്ത് പുല്ലിനിടയിൽ പോകാതിരിക്കാൻ. പുല്ലു മൊത്തം പറിച്ചു കളഞ്ഞാൽ മതി അല്ലേ? അല്ല, വേറെ സൂത്രമുണ്ട്. പന്തിൽ പശ തേച്ചാൽ മതി. അടിക്കുമ്പോൾ കമ്പ് ഒട്ടിപ്പിടിച്ചോളും. അതൊന്നുമല്ല. പന്ത് മറക്കുമ്പോൾ കെട്ടി തൂക്കിയിട്ട് അടിച്ചാൽ മതി. പോയ പന്ത് കിട്ടിയാലല്ലേ കെട്ടി തൂക്കാൻ പറ്റൂ. കിട്ടുമെന്നേ, വാ തരയാം. കിട്ടി. ഇനി ഇഷ്ടം പോലെ അടിച്ചോ. തിരിച്ചു വരുന്നു. ഹിഹി, മണ്ടൻ പന്ത് വരുന്നുണ്ട് പിന്നെയും തല്ലുകൊള്ളാൻ. ഹിഹി, ഈ സൂത്രം കൊള്ളാം. അല്ലെങ്കിലും ഇവന് പന്ത് കളയൽ കുറെ കൂടുതലോ. ഞാനിവനെ വഴക്കു പറഞ്ഞു മടുത്തു. പയ്യന് വള്ളിപ്പന്തടി ഇഷ്ടപ്പെട്ട മട്ടാ. അയ്യോ, ആ പയ്യന്റെ കരച്ചിലാണല്ലോ. എന്താ ചേട്ടാ? ഓൻ പരീക്ഷയ്ക്ക് തോറ്റു. ഓടി കൊണ്ടോല്ലേ ഇവൻ ഓടി ഒളിക്കും. അതുകൊണ്ടോ സൂത്രന്റെ സൂത്രം എടുത്തത്. ഓടികൂടി പഠിക്കാൻ വരുന്ന കുട്ടികൾ ആദ്യം തന്നെ സല്യൂട്ട് അടിക്കാൻ പഠിക്കണം. സല്യൂട്ടോ? അതാരാ? സല്യൂട്ട് എന്താണെന്ന് പോലും അറിയില്ലേ കഴുതുകൾ? പോയി പഠിച്ചിട്ടോ. നന്നായി സല്യൂട്ട് അടിക്കുന്ന ഒരു കുട്ടിയെ ഞാൻ അടിപിടി പഠിപ്പിക്കും. സല്യൂട്ടൊക്കെ വളരെ എളുപ്പമല്ലേ? ഞാൻ കാണിച്ചു തരാം. ആദ്യം ഇങ്ങനെ നെഞ്ചും വിരിച്ച് ശ്വാസം പിടിച്ചു നിൽക്കണം. എന്നിട്ട് ടപ്പേ എന്ന് പുറം കൈ കൊണ്ട് ഇങ്ങനെ അടിക്കണം. ടപ്പേ. സ്പീഡ് പോരാ. പിന്നെ ഈ മണ്ണൻ ചിരി മാറ്റണം. ടപ്പേ. അയ്യോ, അവൻ വീണു. ഈ അടിപിടിക്കാരുടെ കണ്ണു പോകുന്നത് സല്യൂട്ട് അടിച്ചിട്ടാണോ സൂത്ര? അടുത്ത ആള് കാണിക്കേ. ടപ്പേ. അങ്ങനെ തന്നെ. പാവം, തലയ്ക്ക് അടി കൊണ്ട് വീണു. നെറ്റിയിലിരിക്കുന്ന ഒരു ഈച്ചയും സല്യൂട്ട് ആയിട്ട് വീണു. ടപ്പേ. അമ്മോ, ഇവരാരും ശരിയാവില്ല. സല്യൂട്ട് അടിച്ചാൽ പരിപ്പ് പറ്റരുത്. മാഷേ, ഒരു പയ്യൻ കൂടിയുണ്ട്. മിടുക്കനാ, ദാ വരുന്നു. നോക്കാം, അകത്തേക്ക് വരണ്ടറ. മോനെ ചെല്ല്. മാഷ് പറഞ്ഞു തരുന്ന പോലെ സല്യൂട്ട് അടിക്കണം കേട്ടോ. കൈ ഇങ്ങനെ കൃത്യമായി നെറ്റിയിൽ തന്നെ കൊള്ളിക്കണം. മനസ്സിലായോ? ദാ ഇങ്ങനെ. ടപ്പേ. ശരി മാഷേ, ഇങ്ങനെയല്ലേ? ടപ്പേ. ആവൂ, മോൻ പരിക്ക് പറ്റാതെ സല്യൂട്ട് അടിച്ചു. സൂത്രോ, സൂത്രോ. സല്യൂട്ട് മാഷ് പറഞ്ഞു തന്നെ അതേ സ്ഥലത്താണ് ഞാൻ സല്യൂട്ട് അടിച്ചത്. അതാരാ ഒരു അപ്പൂപ്പൻ സിംഹം? ആരാ? സിംഹത്തെ കണ്ടാൽ അറിയില്ലേ? അത് മനസ്സിലായി. ഈ കാട്ടിൽ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞതാ. അപ്പൂപ്പൻ ആരെങ്കിലും കാണാൻ വന്നതാണോ? കടിയനെ കാണാൻ വന്നതാ. എന്റെ പഴയ സ്റ്റുഡന്റ്. കടിയന്റെ അല്ല, കടിയൻ ചേട്ടന്റെ സാറാണോ? ശരി, ഇങ്ങനെ സന്തോഷിപ്പിച്ചു നിർത്തണം. എന്തിനോ? തനിക്കും സ്റ്റുഡന്റ് ആവണോ? എനിക്കൊരു നീണ്ട വടി വേണമല്ലോ. കിട്ടുമോ? വടിയോ? തരാമല്ലോ. ശരി, വടിയെടുക്ക്.
വടി ഞാൻ എവിടുന്നെടുക്കാൻ? എവിടുന്നെങ്കിലും കൊണ്ടുവാടോ ഒരു വടി. സാറേ, വടി ഇപ്പൊ വരും. സാറാ ഗുഹയിൽ ചെന്ന് റെസ്റ്റ് എടുത്തോ. അങ്ങേര് പോയോ? പോയിട്ടൊന്നുമില്ല, ഗുഹയിലിരുത്തി. വടി എവിടെയടോ? വടി കിട്ടിയില്ല. ഇതെന്താ വടിയില്ലാത്ത കാടോ? താൻ ശരിക്കും നോക്കാഞ്ഞിട്ടാ. ചേടോ, ഞാൻ ചുമ്മാ നോക്കിയോ ഉണ്ടാക്കുന്ന സാധനമാണോ വടി? താൻ ഈ മരത്തിൽ കയറി ഒരു കൊമ്പൊടിക്ക്, ഇല കളഞ്ഞ് വടിയാക്കി കൊടുക്കാം. സൂത്രോ, കടിയന്റെ സാറിന് വടിയൻ എന്നാണോ പേര്? അയ്യോടോ, കിട്ടി. ഒരു വടി മരത്തിൽ തൊങ്ങി ഇരിപ്പുണ്ടായിരുന്നു. സാറിന് കുത്തി നടക്കാനായിരിക്കും വടി. അപ്പോ ഇത്ര നീളം വേണ്ട. ഒടിച്ചു രണ്ടാക്കാം. കിടക്ക്. ഒന്ന് ചോദിച്ചാൽ രണ്ടു കൊടുക്കുന്ന മിടുക്കന്മാരാണെന്ന് തോന്നിക്കോട്ടെ. ഹിഹി. സാറേ, വടി കിട്ടി. 2 എണ്ണമുണ്ട്. ഹിഹി. നീളമുണ്ടല്ലോ അല്ലേ? തോട്ടിയായി ഉപയോഗിക്കാനാ. എന്തൊരു നീളൻ വടി ഉണ്ടായിരുന്നു. അതൊരു കുരങ്ങനെടുത്ത് ആ മരത്തിൽ കൊണ്ടുവച്ചു. എന്തു ചെയ്യും? നമുക്ക് കാട്ടുപോത്തുകളെ പേടിപ്പിച്ച് ഓടിച്ചാലോ? അതൊന്നും പറ്റില്ല, നമ്മൾ കുട്ടികളല്ലേ. വേറെ വഴിയുണ്ട്. ഉറുമിന്റെ വഴിയിൽ ഒരു കമ്പ് വെച്ചാൽ ഉറുമ്പ് വഴി മാറില്ലേ? അതുപോലെ കാട്ടുപോത്തിനെ തടയാം. പക്ഷേ ഇതുപോലെ ചെറിയ കമ്പൊന്നും പോരാ. ഹായ്, ഉഗ്രൻ ഐഡിയ. സൂത്രാ, കാട്ടുപോത്തുകൾ വരുന്നു. വേഗം വാ, കമ്പുകൾ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. വലിയ കമ്പ, ഒന്ന് നിനക്ക്, ഒന്ന് എനിക്ക്. ഒരു കുഞ്ഞിന്റെ കരച്ചില്. മുയൽ കുഞ്ഞാണെങ്കിൽ എനിക്ക്, മുള്ളൻ പന്നിയുടെ കുഞ്ഞാണെങ്കിൽ താനെടുത്തോ. ഇങ്ങേർക്കിത് എന്തു പറ്റി? ചേട്ടോ. എന്റെ ചേട്ടന് എന്തു പറ്റി? അയ്യോ, ഇവന്മാര് ചേട്ടന് എന്തു ചെയ്തു? അയ്യോ, ഞങ്ങളൊന്നും ചെയ്തില്ലേ. സത്യം പറ, ചേട്ടന് നിങ്ങൾ എന്ത് മരുന്നാ കൊടുത്തത്? സത്യമായിട്ടും ഞങ്ങളൊന്നും കൊടുത്തില്ല. പറഞ്ഞാലുണ്ടല്ലോ, ഇന്ന് രാവിലെയും പയർ പോലെ നടന്ന ചേട്ടനാ. ഞങ്ങളിപ്പോഴോ കൊണ്ടത്. വയ്യാവേലി. ഞങ്ങള് മൂങ്ങ വൈദ്യരോട് ചോദിച്ചിട്ട് വരാം. ഒറ്റയ്ക്ക് ഇടാൻ പറ്റൂല മോനെ, നീയും കൂടെ പോ. സംഗതി മാനസികമാ. കുഞ്ഞായി പോയെന്ന് മൂപ്പർക്ക് വെറുതെ തോന്നുന്നതാ. വലുതായി ഒന്ന് തോന്നാനുള്ള മരുന്നാ ഇത്. ഒരെണ്ണമേ കൊടുക്കാവൂ. സൂക്ഷിക്കണം, വേറെ മരുന്നില്ല. മോനെ, ഈ മരുന്ന് കൊണ്ട് കൊടു, ഞങ്ങളെ വിട്ടേക്ക്. ഓരോ പൊല്ലാപ്പ്. സൂത്രോ, ദേ അങ്ങേര് പിന്നെ വരുന്നു. ഇനി എന്താ പ്രശ്നം? പ്രശ്നം ഞാൻ കാണിച്ചു തരാം. മരുന്ന് മുഴുവൻ പയ്യെ നിന്നു വലുതാവാൻ വേണ്ടി. ഈ കിളവന് പുല്ല് ചതച്ചു തായോ, പല്ലൊക്കെ പോയേ. മോക്രം തവളയല്ലേ അത്? എന്തു പറ്റി മാക്ര? തക്കാളി കണ്ണനോ? അതാരാ? ആ പേരിൽ ഒരെലി നമ്മുടെ കാട്ടിലുണ്ടോ? ആ പേര് ഞാനിട്ടതാ. ശരിക്കുള്ള പേര് എനിക്കറിയില്ല. കുളത്തിലേക്ക് പോകുന്ന വഴിയാ അവന്റെ മാളം. എന്നെ കണ്ണൻ കണ്ണുരുട്ടി മീശ വിറപ്പിക്കും. അത് കണ്ടാൽ എനിക്ക് പേടിയാവും. എനിക്കാണെങ്കിൽ വേർപ്പിക്കാൻ മീശയും ഇല്ല. അതിനെന്തോ ഉരുട്ടാൻ കണ്ണുണ്ടല്ലോ. വഴി നടക്കാൻ വയ്യാതായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. നടക്കാനല്ലോ, ചോടോൻ. എടോ, അവൻ മീശ വിറപ്പിച്ചാൽ തിരിച്ചു വിറപ്പിക്കാൻ നിനക്കൊരു മീശ കിട്ടിയാൽ പോരെ? ഒരു മീശ ഞാൻ റെഡിയാക്കി തരാം. ദോ, ഈ കറുത്ത പുഴു നിനക്ക് മീശയായി ഇരിക്കും.
ഹിഹി. അതും വെച്ച് പൊയ്ക്കോ. ഒരു തക്കാളിക്കണ്ണനെയും പേടിക്കണ്ട. പുഴുവിനോട് വിറയ്ക്കാൻ പറയണം. പുഴുമീശ സൂപ്പറായി സൂത്ര. ഇങ്ങനെയൊക്കെയല്ലേ ഓരോ ഐഡിയ വരുന്നത്. ഹിഹി. വൈകിട്ട് കാണാം. താനല്ലേ പറഞ്ഞത് മീശ വെച്ചാൽ എലി പേടിക്കുമെന്ന്? ഓടിക്കും. സൂത്രന്റെ ഐഡിയ പൊളിയില്ല. എന്നാൽ തന്റെ സൂത്രനെ ഇങ്ങ് വിളി. ഹും. സൂത്ര, മീശ വെച്ചിട്ട് പോലും പേടിച്ചില്ല. ഏത് തവളയുടെ മീശയോ? തവളയല്ല, ഞാൻ ഈ ഐഡിയ വേറൊരുത്തന് പറഞ്ഞു കൊടുത്തതാ. എലിയെ പേടിയുള്ളവനോ, പക്ഷെ മീശ വെച്ചിട്ട് മേരി പേടിച്ചില്ലെന്ന് പറഞ്ഞു ഒടുക്കത്തെ ബഹളം. കണ്ടോ, മൂക്കിന് മുകളിൽ പുഴുമീശ വെച്ചു കൊടുത്തതോ. എന്നിട്ടും ചേട്ടാ, ഒരു ഹെൽപ്പ് വേണം. ആ വായൊന്ന് തുറന്നാട്ടെ, പല്ലൊന്ന് കാണട്ടെ. ആ ഇടിമിന്നല് പോലത്തെ പല്ല്. ഇത് മതി. എന്താ കാര്യം? ഒരാനയെ കടിച്ചു മുറിക്കാനാ. ഞാൻ കടിച്ചാലേ തൊലി പൊളിയൂല. 5 ദിവസം ആനക്കരള് തിന്നണം. ചികിത്സയാ. ചേട്ടനൊന്നും അറിയണ്ട. ചത്ത ആനയെ മുന്നിലേക്ക് തള്ളി നീക്കി തരും. കടിച്ചങ്ങ് മുറിച്ചാ മതി. ഇവന്റെ കൂടെ ചെന്നാൽ ആനയെ ഫ്രീ ആയിട്ട് തട്ടാം. ഹലോ, ഞങ്ങള് സഹായിക്കാം. ആവൂ, ശരി, തൊലി പൊളിക്കും. ഞാൻ കരള് പുറത്തെടുത്തു തരും. കരളെടുക്കുന്നതേ ചില്ലറ ജോലിയല്ല, ഇച്ചിരി റിസ്കാ. ആവൂ, നിങ്ങളെ കിട്ടിയത് എന്റെ ഭാഗ്യം. ഇവരെ പരിചയപ്പെട്ടില്ലല്ലോ. ഇവരാനയെ ഇങ്ങോട്ട് തള്ളി നീക്കി തരുന്നത്. ഹലോ, ഹലോ, കടിക്കാനുള്ള ആന എവിടെ? 1 മിനിറ്റ്. 2 പേര് വരാനുണ്ട്. സമയം പോകുന്നു. 2 പേര് വന്നോട്ടെ. ആവൂ, ഒരാള് വന്നു. അയ്യോ, ഞാൻ ഈ പണിക്കില്ല. എന്റെ കാലുളുക്കി. അയ്യോ, ഇനി എന്തു ചെയ്യും? ഇങ്ങേര് ആരാ? ആനയെ കൊന്നു തരാമെന്ന് പറഞ്ഞ ആളാ. ഒരാള് കൂടി വരാനുണ്ടെന്ന് പറഞ്ഞത് ആരാ? അവനാ വരുന്നത്, കൊല്ലാനുള്ള ആന. ഹലോ, എങ്ങോട്ടാ എല്ലാവരും കൂടി? ചർച്ചയ്ക്ക് പോവുകയാ. ചർച്ചയോ? അതെ, കാടിന്റെ പുരോഗതിക്ക് കഴുതകളുടെ ബുദ്ധിപരമായ ശേഷി എങ്ങനെ ഉപയോഗിക്കാം, അതാണ് ചർച്ച ചെയ്യുന്ന വിഷയം. ഹഹാ, അത് കൊള്ളാം. സൂത്ര, ബുദ്ധി എന്താണെന്ന് പിടികിട്ടി. പക്ഷേ പരമായ എന്ന് പറഞ്ഞാലെന്തോ? ബുദ്ധിപരമായ എന്ന് പറഞ്ഞാൽ ബുദ്ധിയെ സംബന്ധിച്ചത് എന്നർത്ഥം. മനസ്സിലായോ? ഇല്ല. ചേട്ടാ, എനിക്കൊരു സംശയം. ഈ ശേഷി എന്ന് പറഞ്ഞാൽ എന്താ? ഹഹാ, ഇതൊന്നും അറിയാതെയാണോ ചർച്ചയ്ക്ക് പോകുന്നത്? ശേഷി എന്ന് പറഞ്ഞാൽ കഴിവ്. ശേഷിച്ചത് എന്ന് പറഞ്ഞാൽ കഴിച്ചത്. മനസ്സിലായോ കഴുതേ? ഇതൊന്നും കഴുതകൾക്ക് പറ്റിയ പണിയല്ല. കാടിന്റെ പുരോഗതിയൊക്കെ ബുദ്ധിയുള്ളവർ നോക്കിക്കോളും. അങ്ങനെ പറയരുത്. കഴുതകൾക്ക് ബുദ്ധിയുണ്ട്. ഇല്ല, ഇല്ലെന്ന് തെളിയിച്ചു തരാം. വേണോ? ശരു, ഇവനെ പിടിച്ചു കെട്ടിയിട്. വായിക്കകത്ത് ചപ്പും ചവറും തിരികോ. അയ്യോ, ഇനി ബാക്കി കഴുതകളെ കാണണം. ഒറ്റയൊന്നിന് ബുദ്ധിയില്ലാന്ന് ഞാൻ തെളിയിച്ചു തരാം. ചങ്ങാതിമാരെ, ഞാൻ സൂത്രൻ. വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയും. ഓ, അറിയുമോ? എന്നാൽ അങ്ങനെ എന്തെങ്കിലും കാര്യം പറ, കേൾക്കട്ടെ. പറയാം, ദേ കേട്ടോ. ഇന്നു നിങ്ങളുടെ ചർച്ചയ്ക്ക് ഒരൊറ്റ ചെവിയും കഴുത വരില്ല. ഇതാണോ വരാൻ പോകുന്ന കാര്യം? അതെ. തട്ടിപ്പ്, തട്ടിപ്പ്. ചങ്ങാതിമാരെ, ഇങ്ങനെ നമ്മളെ പറ്റിക്കുകയാ. അടിയവനെ, അടിയവനെ.
ഇടിയവനെ, ചവിട്ടവനെ. എന്റെ കാട്ടുമുത്തപ്പോ. ബുദ്ധിമാന്മാരായ കഴുതകൾക്ക് ഇതൊന്നും മനസ്സിലാവുന്ന കരുതിയോ മണ്ട? ഷോ, ഒരുത്തനു മാത്രം കാര്യം എങ്ങനെ പിടികിട്ടി? അവനെ വിളിച്ചു ചോദിക്കാം. ഹലോ, ഒന്നിങ്ങ് വരാമോ? മുടുക്കൻ, ഞങ്ങള് പറഞ്ഞു പറ്റിച്ചതാണെന്ന് എങ്ങനെ എത്ര പെട്ടെന്ന് മനസ്സിലായി? ഹിഹി, അത് വളരെ എളുപ്പമല്ലേ. ഒറ്റ ചെവിയൻ വരില്ലാന്നല്ലേ താൻ പറഞ്ഞത്? അതാണോ വരാൻ പോകുന്ന കാര്യം? അതിന് വരാതിരിക്കുന്ന കാര്യം എന്നാ പറയേണ്ടത്, മനസ്സിലായോ? സൂത്ര, ആ അല്പനും ചെൽപ്പനും തമ്മിൽ എപ്പോഴും വഴക്കാ. ഗുഹയിലിരിക്കാൻ പറ്റുന്നില്ല, ബഹളത്തോട് ബഹളം. ബഹളത്തോടോ? അത് ഏത് തോട്? എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തണം. പരിഹാരമെന്തോ കളഞ്ഞു പോയോ കണ്ടെത്താൻ? ചേട്ടാ, ഒറ്റ മിനിറ്റ്. ശരു, താനിങ് വന്നേ. ഒരാൾ സീരിയസ് ആയി എന്തെങ്കിലും പറയുന്ന നേരത്താണ് തന്റെ മണ്ടനാണെന്ന് വെച്ച് ഏത് വളിച്ച ജോക്കും പറയാമെന്നാണോ? ഇനി മിണ്ടി പോകരുത്. ഓക്കെ, അപ്പോ വഴക്കിന്റെ കാര്യം അത് പരിഹരിക്കാൻ എന്നേക്കാൾ നല്ലത് കാട്ടുമുത്തപ്പനാ. പുള്ളിക്കാവുമ്പോ ഇതിനൊക്കെ അതിൻ്റെതായ രീതിയുണ്ട്. പക്ഷേ എനിക്ക് കാട്ടുമുത്തപ്പനെ അത്ര പരിചയമില്ല. നിങ്ങളൊന്ന് പറഞ്ഞാൽ. ഓക്കെ, ശരി, കാട്ടുമുത്തപ്പനെ വിളിച്ച് കാര്യം പറയും. അല്പനും ചെൽപ്പനും തമ്മിൽ ചേർച്ച വേണം, ഗുഹയിൽ ഇരിക്കാൻ പറ്റണം, അതേ വേണ്ടൂ. തനിക്ക് മനസ്സിലായോ? എന്താടോ മിണ്ടാത്തത്? തോന്നല്ലോ പറഞ്ഞത് ഒരക്ഷരം മിണ്ടരുതെന്ന്. അതാ നല്ലത്. കാട്ടുമുത്തപ്പനോടായാലും അധികം സംസാരിച്ച് വെറുപ്പിക്കരുത്. മനസ്സിലായല്ലോ, അല്പനും ചെറുപ്പനും തമ്മിൽ ചേർച്ച വേണം ഗുഹയിൽ. മനസ്സിലായി. കടുവ വിളിച്ചാൽ ദേഹം മുഴുവൻ വരകൾ വരച്ചു വരുന്നവനെ. ശരി, ആശയം ചുരുക്കി പെട്ടെന്ന് പറയാമോ? ഞാൻ അല്പം ബിസിയാ. എഴുതി തന്നാൽ അത്രയും നല്ലത്. അധികം സംസാരം വേണ്ടെന്ന് എന്നോടും സൂത്രം പറഞ്ഞു. എന്നാ പിന്നെ എഴുതി വെച്ചോ. 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വന്നു വാങ്ങിക്കോളാം. പേര്, സ്ഥലം, ആവശ്യം ഈ ക്രമത്തിൽ ചുരുക്കി എഴുതണം. താൻ എന്താണോ കാട്ടുമുത്തപ്പനോട് ചോദിച്ചത്? ചോദിച്ചില്ല, എഴുതി കൊടുത്തു. അല്പൻ, ജൽപ്പൻ, ഗുഹയിൽ ചേർച്ച എല്ലാം എഴുതി. എന്താ എഴുതിയത്? കയ്യിലുണ്ടോ? ഉണ്ട്. മുത്തപ്പൻ വായിച്ചിട്ട് തിരിച്ചു തന്നു. വെറുതെ അല്ല ഗുഹ മുഴുവൻ ചോർന്നൊലിക്കുന്നത്. ചോർന്നൊലിച്ചോ? അതെങ്ങനെ? എഴുതി കൊടുത്തത് മുത്തപ്പൻ ചെയ്തു തന്നു, അത്ര തന്നെ. ഞാൻ നോക്ക്. ചോർച്ച. പേര് അല്പൻ ജൽപ്പൻ, സ്ഥലം ഗുഹ, ആവശ്യം ചോർച്ച. സൂത്ര, അമ്മ എന്നെ നീന്താൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് നീന്താൻ അറിയുമോ? ഇല്ല, എനിക്ക് വെള്ളം പേടിയാ. പേടി മാറാൻ ആദ്യം ഇലയിൽ നീന്തിയാൽ മതി എന്ന് അമ്മ പറഞ്ഞു. വാഴയുടെ ഇലയിലാണോ? അല്ലല്ല, കുറേ ഇല കൂട്ടിയിട്ട് നീന്തും. കാണിച്ചു തരാം. എനിക്ക് നീന്താൻ അമ്മ ഇല കൂട്ടിയിട്ടതാ. ഇലയിൽ കിടന്ന് നീന്തുമ്പോ വേദനിക്കില്ല, അമ്മ പറഞ്ഞു. ഹിഹി, നല്ല രസം. ഇതുപോലെ കുളത്തിലും നീന്താൻ പറ്റുമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. സൂത്രന്റെ അമ്മയ്ക്ക് എല്ലാം അറിയാം. ദേ, സൂത്രന്റെ അമ്മ വിളിക്കുന്നു. ഞാൻ ഇപ്പൊ വരാം. നമുക്ക് കുളത്തിൽ നീന്തണ്ടേ? കുളത്തിലിട്ടു ഇലയിൽ കിടന്നാൽ വേദനിക്കില്ലല്ലോ. മോൻ ക്ലാസ് കഴിഞ്ഞു വരുമ്പോ അവന് കളിക്കണം. കളിച്ചോട്ടെ, ഞങ്ങൾ തടസ്സപ്പെടുത്തില്ല. അതല്ല, അവന് കളിക്കാൻ പുതിയൊരു കളി നിങ്ങൾ കണ്ടുപിടിക്കണം.
ഏ ഞങ്ങളോ? താൻ ഒറ്റയ്ക്ക് കണ്ടുപിടിച്ചാലും മതി. ഒറ്റയ്ക്ക് കണ്ടുപിടിക്കാൻ ഞാൻ സഹായിക്കണോ സൂത്ര? ഹോം കളി കണ്ടുപിടിക്കണമത്രേ. പറഞ്ഞപ്പോ എത്ര എളുപ്പം കഴിഞ്ഞ്. ഈ മരത്തലേൻ എന്ത് പറഞ്ഞാലും മിണ്ടാതെ അനങ്ങാതെ കേട്ടു നിൽക്കുന്നതാ കുഴപ്പം. മിണ്ടാതെ അനങ്ങാതെ അത് തന്നെ കളി കിട്ടി. കടിയനോട് നമ്മൾ മിണ്ടാതെ നിൽക്കുന്നതാണോ കളി? അതല്ലടോ, മിണ്ടാതെ അനങ്ങാതെ നിൽക്കൽ അതൊരു കളിയാ. അതിന് കടിയൻ മിണ്ടാതെ അനങ്ങാതെ നിന്നാലല്ലേ? താൻ കടിയന്റെ കാര്യം വിടടോ. ഒരാൾ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ മറ്റേ ആൾ മിണ്ടാതെ അനങ്ങാതെ നിൽക്കണം. പിന്നെ സ്റ്റോപ്പ് പറഞ്ഞയാൾ തലയിൽ തൊട്ടാലേ അനങ്ങാവൂ. അതാണ് കളി. ഞാൻ ആദ്യം പറയാം. സ്റ്റോപ്പ്. ഇപ്പോഴാണോ ഞാൻ അനങ്ങാതെ മിണ്ടരുത്. ഇനി ഞാൻ തലയിൽ തൊടുന്നത് വരെ താൻ പ്രതിമ പോലെ നിൽക്കണം. ഹിഹി ഹിഹി. അയ്യോ, ഇതെന്തോ സൂത്രൻ തലയിൽ തൊടാത്തത്? ഇനി തൊടാം. ആവൂ, ഇനി ഞാൻ സ്റ്റോപ്പ് പറയാം. സ്റ്റോപ്പ്. ഹിഹി, ഉഗ്രം കളി. ഹിഹി, മതി, തലയിൽ തൊട്ടു. ഹിഹി. വാ, ഇത് നമുക്ക് ആ മണ്ടൻ പയ്യനെ പഠിപ്പിക്കാം. ഹിഹി. പക്ഷേ മുടങ്ങിയോ? എങ്ങനെ? തലയിൽ തൊട്ടാലല്ലേ അനങ്ങാൻ പറ്റൂ. പക്ഷേ എനിക്ക് തലയിൽ തൊടാൻ പറ്റുന്നില്ല. കളി കണ്ടുപിടിച്ച ആളെ വിളിച്ചോണ്ട് വരാം എന്ന് പറഞ്ഞ് ഞാൻ പോന്നു. ആരാ പുള്ളി? ബബ്ബപ്പൻ ചേട്ടനോട് സ്റ്റോപ്പ് പറഞ്ഞത്. അമ്പടോ, സൂത്രനാണോ? തലയിൽ തൊട്, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. എല്ലാവരും പറയുന്നു എന്നെ കാണാൻ ഒരു ഭംഗിയുമില്ലെന്ന്. ചേട്ടന്മാരെ എന്നെ ഒന്ന് സുന്ദരനാക്കി തരാമോ? മോൻ ഇപ്പോഴേ സുന്ദരനാണല്ലോ. ആണോ? എന്റെ അമ്മ മാത്രമേ ഇതിനു മുമ്പ് ഈ സത്യം പറഞ്ഞിട്ടുള്ളൂ. എന്നാലും എന്നെ ഒന്ന് മേക്കപ്പ് ചെയ്തു തരണം. എല്ലാവരും ഒന്ന് കാണട്ടെ. ശരു, ഇവനൊരു തിരുമണ്ടന. വാ, ഒരു കളി കളിക്കാം. ആദ്യം കണ്ണൊക്കെ ഒന്ന് എഴുതാം. ഇവിടെ ഒരു പൂവിരിക്കട്ടെ. ഇനി വയറ്റത്ത് കുറെ പടം വരയ്ക്കാം. നല്ല ശേലായിരിക്കും. വരച്ചു തീർന്നു. വലിയ ഭാരം. എന്നാ ഞാൻ പോട്ടെ. ചേട്ടന്മാരെ കണ്ടത് എന്റെ ഭാഗ്യമാ. ഹിഹി. ഹാവു, ഒരുത്തനെ പറ്റിച്ചപ്പോ എന്തൊരാശ്വാസം. ടിഷ്യൂ. എന്തിനാ അവൻ എന്നെ ഇടിച്ചത്? പിന്നെ ഡിഷ്യൂ. ഷെടാ, ഇതെന്ത് കളി? ഒളിക്കാം, ഇനി ഇടികൊള്ളാൻ വയ്യ. ദാ അവൻ വരുന്നുണ്ട്. പടം വരച്ചത് ചേട്ടനാണെന്ന് എല്ലാവരോടും പറഞ്ഞു മടുത്തു. അവസാനം എന്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് ചേട്ടന്റെ പേര് എഴുതി വെച്ചു. ഞാനൊരു മണ്ടൻ. എന്നെ ഇടിക്കാമോ സൂത്രൻ? സൂത്ര, ഈ മുട്ട കഴിക്കി. വയറുവേദന ശരിക്കും മാറാനേ ഇറച്ചി കഴിക്കുന്നു സൂത്ര. മുട്ട വേണ്ട, എനിക്ക് ഇറച്ചി മതി. സൂത്ര, പറയുന്നത് കേൾക്ക്. ഇറച്ചി വേണം, ഇറച്ചി വേണം. ഇവന്റെ ഒരു വാശി. ചെറിയൊരു കഷ്ണം തരാം. അത് കഴിഞ്ഞ് മുട്ട തിന്നണം കേട്ടോ. തിന്നാം. ചെറിയൊരു കഷ്ണം ഇറച്ചി എനിക്ക് വേണ്ട സൂത്രന്റെ അമ്മേ. ശരിവിനും തരാം. അമ്മ എങ്ങനെയാ വാശി കാണിച്ചാൽ തരും. എങ്ങനെയാ വാശി കാണിക്കുക?
അച്ഛന്റെ കൂടെ മാൻകുട്ടിയെ പിടിക്കാൻ പോയതാ. ഒളിച്ചിരുന്ന് പിടിക്കാൻ നോക്കിയതാ. മാൻകുട്ടി എന്നെ ചവിട്ടി വീഴ്ത്തി. അതെങ്ങനെ പറ്റി? മാൻകുട്ടി ഓടി വരികയായിരുന്നു. അന്നേരം ഞാൻ വാശി പിടിച്ചു. വാശി പിടിച്ചോ? എങ്ങനെ? എനിക്ക് മാൻ വേണ്ട, മുയലും മതി എന്ന് പറഞ്ഞ് മാൻ ഓടി വരുന്ന വഴിയിൽ ഇങ്ങനെ നിന്നു. മരുന്ന് തരാം. 2 ദിവസം വിശ്രമിക്കണം. പുറത്തിറങ്ങണ്ട. മഴ നനയാനൊന്നും പാടില്ല. ശരി. ഈ ഇല ഓരോന്ന് ദിവസവും കഴിക്കണം. നിങ്ങൾ വന്നത് നന്നായി. എലികളുടെ പനിക്കുള്ള മരുന്ന് സ്റ്റോക്ക് തീർന്നു. ശരി, പനിയാണെന്ന് പറഞ്ഞ് ഇനി ഇങ്ങോട്ട് വരണ്ട എന്ന് സകല എലികളോടും പറയാം. അതല്ല, ഈ മരുന്ന് ചെടി കുറച്ച് പറിച്ചുകൊണ്ട് വരാമോ? ഞാൻ അല്പം തിരക്കിലാ. ജലദോഷി കുന്നിന്റെ കിഴക്കേ ചെരുവിൽ കാണും. ജലദോഷിക്കുന്ന് പനിയുടെ മരുന്നിന് വളരെ പറ്റിയ സ്ഥലം. കുറെ ചെടികൾ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും നടുകയും വേണം. അതു ഞങ്ങൾ ഏറ്റു വൈദ്യരെ. കുറെ ചെടി കിട്ടി. വൈദ്യർ പറഞ്ഞതുപോലെ ഇതിൽ കുറച്ചെടുത്ത് നടാം. 10-12 ചെടി നടാം. വെള്ളവും ഒഴിക്കണം. ആരോ ഇവിടെ മാങ്ങേണ്ടി ഒളിപ്പിച്ചിരിക്കുന്നു സൂത്ര. അത് ഒളിപ്പിച്ചതല്ല, നട്ടതാ മാവ് ഉണ്ടാക്കാൻ. ആരോ മുട്ട നട്ടിരിക്കുന്നു. മുട്ടമരം ഉണ്ടാവാനോ? അല്ലടോ, അത് ഒളിപ്പിച്ചതാ. താൻ പറഞ്ഞത് ശരിയാ. അങ്ങനെ ചിലരുണ്ട് പരീക്ഷണം നടത്തുന്നവർ. പണ്ടൊരു പട്ടി എല്ലുമരം ഉണ്ടാവാൻ എല്ലു കുഴിച്ചിട്ട് നനച്ചു. വേറൊരുത്തൻ പാത്രം കുഴിച്ചിട്ട് നനച്ചു. ഓ മണ്ടന്മാർ. താൻ ബാക്കി ചെടി കൂടി നട്. ഞാൻ ഇത് വൈദ്യർക്ക് കൊണ്ടു കൊടുത്തിട്ട് വരാം. സൂത്ര, ഞാൻ നോക്കുമ്പോ ആരോ എലിയ നട്ടിരിക്കുന്നു. എലിമരം ഉണ്ടാവാൻ. ഓഹോ, നട്ടവനെ വിഷമിപ്പിക്കണ്ടോന്ന് കരുതി ഞാൻ നന്നായി നരച്ചു കൊടുത്തു. ഓഹോ, സൂത്ര സഹായം. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഇന്ന് സൂത്രൻ പരിഹാരം പറഞ്ഞു തന്ന് സഹായിക്കുന്നു. ഫീസ് 3 മുട്ട. സൂത്രൻ ചേട്ടൻ സഹായം തുടങ്ങിയെന്ന് കേട്ടല്ലോ. അതെ, നിന്റെ പ്രശ്നം പറ, സൂത്രൻ സഹായിക്കും. 3 മുട്ടയാ ഫീസ്. തൽക്കാലം പ്രശ്നമില്ല. പ്രശ്നം വരുമ്പോ വരാം. വെറുതെ കൊതിച്ചു. ചേട്ടാ, ഒരു പ്രശ്നമുണ്ട്. എന്റെ അനിയന് ലൈറ്റിലേക്ക് നോക്കുമ്പോ തലവേദന. ലൈറ്റോ? ഏത് ലൈറ്റ്? സൂര്യന്റെ ലൈറ്റില്ലേ, അത്. ഓ, വെയില്. ഈ ടൈപ്പ് അസുഖം ഇവിടെ എടുക്കില്ല. പോയി മൂങ്ങ വൈദ്യരെ. അല്ല, എടുക്കും. ഇവിടെ എടുക്കും. എടോ, കിട്ടുന്ന ഫീസ് തട്ടിക്കളയല്ലേ. അനിയനോട് എല്ലാ ദിവസവും പകൽ കുറച്ചു നേരം ഇരുട്ടത്ത് ഇരിക്കാൻ പറ. ഇരുട്ടത്തോ? അതെന്നേ, നല്ല മാളത്തിലോ തുളയ്ക്കകത്തോ പോയി ഇരുന്നാൽ മതി. മോളം ഉണ്ടാക്കി തരണമെങ്കിൽ സൂത്രൻ സഹായിക്കും. ഫീസ് 3 മുട്ട. ഒരു സഹായം വേണം. ഒരു മരുന്ന് സൂക്ഷിക്കാനുണ്ട്. 6 മാസം വേണം. മോശമാണോ സഹായമാണോ വേണ്ടത്? ടൈറ്റായി അടച്ചു സൂക്ഷിക്കണം. അതിനൊരു സൂത്രമാ വേണ്ടത്. കല്ലുകൊണ്ടോ ഇല കൊണ്ടോ അടച്ചാൽ പോരാ. എയറ് കയറാതെ അടയ്ക്കണം. വെള്ളത്തിലിട്ടാൽ മതി, അയറ് കയറില്ല. താനൊന്നും മിണ്ടാതെ ഇരിക്കാമോ? മൂക്കൻ കുന്നിന്റെ കിഴക്കേ ചെരുവിൽ നല്ല മരപ്പശ കിട്ടും. അത് വെച്ച് അടച്ചാൽ മതി. എയറ് കയറില്ല. പശ ഉണങ്ങിയാൽ നല്ല കല്ല് പോലെ ഉറപ്പും കിട്ടും.
അടയ്ക്കാം. ഹിഹി, 3 6 പൊട്ടോ. വേറെ ആരും കാണുന്നില്ലല്ലോ. ആർക്കും സഹായമൊന്നും വേണ്ടേ? ഫീസിനുള്ള മുട്ട കിട്ടിക്കാണില്ല സൂത്ര. ഇത് ആദ്യം വന്ന എലി പിന്നെ വരുന്നു. ഒരു സഹായം വേണം, അർജന്റ്. ഇരുണ്ടത്തിരിക്കാൻ അനിയൻ കേറിയത് പാത്രം പോലുള്ള ഒരു പാറത്തുണയിലാ. അവൻ കേറി കുറച്ചു കഴിഞ്ഞപ്പോ ഒരു കരടി വന്ന് മലപ്പശ വെച്ച് തുള അടച്ചു. അതിപ്പോ തുറക്കാനും പറ്റുന്നില്ല. തലവേദനയാണല്ലേ? അത് മാറ്റാൻ ഞങ്ങളുടെ കാട്ടിൽ ഒരു വിദ്യയുണ്ട്. മൂക്കിന്റെ ഇടത്തെ തുള പൊത്തിപ്പിടിക്കണം. എന്നിട്ട് വലത്തെ തുളയിലൂടെ മാത്രം ശ്വാസം വലിച്ചു വിടണം. അങ്ങനെ ഒരു 9 തവണ. ഞങ്ങളെ കാട്ടിലെ വിദ്യയാ. തലവേദന കുറഞ്ഞില്ലേ? കുറഞ്ഞു. ഇത് കൊള്ളാമല്ലോ. ഇനി വലത്തെ തുള പൊത്തിപ്പിടിച്ച് ഇടത്തെ തുളയിലൂടെ ശ്വസിച്ചെന്നിരിക്കട്ടെ. ഏതു ടെൻഷനും മാറി മനസ്സിനു സമാധാനമുണ്ടാകും. അതും ഞങ്ങളുടെ കാട്ടിലെ വിദ്യയാ. സംഗതി കൊള്ളാം. ചേട്ടൻ ഇത് ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഞങ്ങളുടെ കാട്ടിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇവിടെ പറഞ്ഞിട്ടില്ല. എന്നാൽ ഇനി പറയണ്ട. പോട്ടെ, എനിക്ക് ഞങ്ങളുടെ കാട്ടിലെത്താൻ നേരമായി. ഹിഹി, ശരു, നമുക്ക് ഇത് വെച്ച് ഒരു കളി കളിക്കാം. തലവേദനയോ ടെൻഷനോ ഉണ്ടോ? മരുന്നില്ലാതെ മാറ്റിത്തരും സൂത്രനും ചേരുവും. ഫീസ് ഇറച്ചി, മീൻ, മുട്ട. മൂക്കുള്ളവർ മാത്രം വരിവരിയായി നിന്നാൽ മതി. കൈയില്ലാത്തവർക്ക് ശരി മൂക്ക് പൊത്തിപ്പിടിച്ചു തരും. ഇതിലേതോ വലത്തെ തുള? ജലദോഷം കാരണം വലത്തെ തുള അടഞ്ഞിരിക്കുകയാ. അപ്പോ ടെൻഷൻ മാറുമോ? സൂത്ര, ഫീസായി കിട്ടിയ ഈ മീനിന് നമ്മൾ തിന്നുവാന്ന് ടെൻഷൻ. മൂക്ക് പൊത്തട്ടെ. ഓ, തളർന്നു. ഇനി വരുന്നവരെ താൻ നോക്ക്, ഞാൻ അകത്തുണ്ടാവും. നിൽക്കടാ അവിടെ. ടെൻഷന് ചികിത്സിക്കാൻ വന്ന ഒരു ആന ശ്വാസം മുട്ടി വീണു സൂത്ര. താൻ 2 തുളയും പൊത്തിപ്പിടിച്ചിട്ടുണ്ടാവും, മണ്ടൻ. ഇല്ലെന്നേ, ഇടത്തെ തുളയെ പൊത്തിയുള്ളൂ. ടെൻഷന്റെ തുള ഇടത്തെ തുളയല്ലേ? അങ്ങേർക്ക് എന്താ ടെൻഷൻ? അത് ചോദിച്ചോ? തുമ്പികയിൽ ഒരു എലി കയറി വലത്തെ തുള അടഞ്ഞെന്ന്. അതാ മൂപ്പർക്ക് ടെൻഷൻ. അവന്റെ ഒരു ചികിത്സ തുറക്കടാ കുള. എത്ര നേരമായി കളിക്കുന്നു? കുട്ടികളായാൽ കളി മാത്രം പോരാ, കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കണം. അതിന് ഇടയ്ക്കിടയ്ക്ക് ചുറ്റും നടന്ന പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കണം. അങ്ങനെ സ്വയം കണ്ടുപിടിച്ചാലേ കുട്ടികൾ മിടുക്കരായി വളരൂ. സൂത്രന്റെ അമ്മേ, പുതിയ കാര്യം കണ്ടുപിടിച്ചു, ഓടി വാ. എന്താ കണ്ടുപിടിച്ചത്? മരപ്പൊത്തിൽ തലയിട്ട് നോക്കിയാ കണ്ടുപിടിച്ചത്. എന്താ കണ്ടുപിടുത്തം? പൊത്തിൽ തലയിട്ടാൽ തല വലുതാവുമെന്ന്. ഇട്ട തല ഊരാൻ പറ്റുന്നില്ല. അത് തല പൊത്തിലിരുന്ന് വലുതായത് കൊണ്ടല്ലേ? അയ്യോ അമ്മേ, ഓടി വാ. സൂത്രൻ ചേട്ടൻ സ്ഥലത്തുണ്ടോ? ഒരു കോട് അഴിച്ചു തരാനാ. സൂത്ര, എന്തോ കെട്ടഴിച്ചു കൊടുക്കാൻ പറയുന്നു. അയ്യോ, കെട്ടല്ല. ഞങ്ങളുടെ അപ്പൂപ്പൻ കോഡ് ഭാഷയിൽ എഴുതി വെച്ചത് ഒന്ന് നോക്കി പറഞ്ഞു തരുമോന്ന് ചോദിച്ചതാ. 16 വാൽജി, 22 വാൽവാ, 12 വാലി, 2 വാൽമേ. എന്താടോ ഇത്? മനസ്സിലായി. ഇതേതോ വിചിത്ര ജീവിയെ പറ്റിയോ? അതെങ്ങനെ മനസ്സിലായി? 16 വാലും 22 വാലും ഒക്കെയുള്ള ജീവികളുടെ കാര്യമല്ലേ? ഏയ്, അതൊന്നുമല്ല. ഇതാരാ തന്നത്? ഞങ്ങളുടെ അച്ഛന് മര്യാദ പഠിപ്പിക്കാനാ. ഞാൻ കപ്പകഷ്ണം തട്ടിപ്പറിച്ച് ഓടി എന്ന് കേട്ടപ്പോ തന്നതാ. ഒരു ഉപദേശവും തന്നു. അപ്പൂപ്പനെ കണ്ടു വേണം പഠിക്കാനെന്നും പറഞ്ഞു. പക്ഷേ അത് പറ്റിയില്ലല്ലോ. അതെന്താ പറ്റാത്തത്? ഞങ്ങൾ ജനിച്ചപ്പോഴേക്കും അപ്പൂപ്പൻ ചത്തു. പിന്നെ
ഞാൻ എന്റെ അപ്പൂപ്പനെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഒന്നും പഠിച്ചിട്ടില്ല. അധ്വാനിച്ചാണ് തിന്നേണ്ടത്, തട്ടിപ്പറിച്ചല്ല എന്ന് അച്ഛൻ പറഞ്ഞു. ഈ കൂടും തന്നു, പക്ഷേ കൂണ് അച്ഛന് മനസ്സിലായിട്ടില്ല. എങ്കിൽ പിടി കിട്ടി. അധ്വാനിച്ചാൽ 16 വാൽ കിട്ടും എന്നാണോ? അല്ല, ഇത് നിങ്ങളുടെ മാളത്തിൽ നിന്ന് തീറ്റ കിട്ടുന്ന സ്ഥലം വരെയുള്ള വഴിയുടെ കോടാ. നീളം അളക്കാൻ എലികൾക്ക് പണ്ട് എലിവാൽ എന്നൊരു അളവുണ്ടായിരുന്നു. ഏകദേശം കുറുക്കന്റെ മൂക്കിന്റെ നീളം വരും ഒരു എലിവാൽ. 16 വാൽഗി എന്ന് പറഞ്ഞാൽ 16 വാലിന്റെ ദൂരം കിഴക്കോട്ട്, പിന്നെ 22 വാൽ വലത്തോട്ട്, പിന്നെ 12 വാൽ ഇടത്തോട്ട്, അവസാനം 2 വാൽമേ, അതായത് 2 വാൽ മേലോട്ട്. മാളത്തിൽ നിന്ന് അത്രയും ദൂരം തുരന്നു പോയാൽ തീറ്റ കിട്ടുമെന്നാ. അപ്പൂപ്പന്റെ ഒരു ബുദ്ധി. എന്റെ അപ്പൂപ്പന് ഇത്രയും കഷ്ടപ്പാടില്ല. അപ്പൂപ്പൻ ബുദ്ധിപൂർവ്വം ഫുഡ് സ്റ്റോക്ക് ചെയ്തു വെച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ചേട്ടാ, താങ്ക് യു. ഞങ്ങൾ കോട് നോക്കി തുറന്നു നോക്കട്ടെ. ഹിഹി, തല കുറെ വർക്ക് ചെയ്തതല്ലേ. ഇനി ഒന്ന് ഉറങ്ങാം. എന്താ ഒരനക്കം? നിങ്ങൾ ഇതുവഴി? കോട് നോക്കി തുറന്നെത്തിയത് ഇവിടെയാ. മനസ്സിലായി. ചേട്ടന്റെ അപ്പൂപ്പൻ ബുദ്ധിപൂർവ്വം ശേഖരിച്ച ഫുഡ് അടിച്ചു മാറ്റാനാ പണ്ട് ഞങ്ങളുടെ അപ്പൂപ്പൻ വഴി കണ്ടുപിടിച്ച് കോടാക്കി വെച്ചത്. സൂത്രൻ അല്ലടാ, സൂത്രൻ. സൂ 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 സൂത്ര എഴുത്. അങ്ങനെ തന്നെ. അമ്മാവന്റെ മോനാ, തനിക്ക് ഓർമ്മയില്ലേ? പിന്നെ ഇവനല്ലേ പണ്ട് എന്റെ വാല് കടിച്ചു മുറിച്ചത്? ഇവനെ ഞാൻ തന്നെ എഴുതാൻ പഠിപ്പിക്കണമെന്ന്. നീ ഇവിടെ ഇരുന്ന് എന്റെ പേര് 100 തവണ എഴുത്, കേട്ടോ? അപ്പോഴേക്കും ഞങ്ങളൊന്ന് നടന്നിട്ട് വരാം. കണ്ണി കണ്ടതൊക്കെ കടിച്ചു മുറിക്കരുത്. ദുഃഖനാ, കാര്യങ്ങളൊക്കെ വേഗം പഠിച്ചോളും. എന്റെ ബുദ്ധി മുഴുവൻ കിട്ടിയത് ഇവനാണെന്ന് അമ്മാവൻ പറയുന്നത്. താൻ കണ്ടില്ലേ, 2 തവണ പറഞ്ഞപ്പോഴേക്കും എന്റെ പേര് എഴുതാൻ പഠിച്ചു. അവനല്ലേ ഓടി വരുന്നത്? എന്തു പറ്റിയടാ? സൂത്രൻ കുറുക്കൻ എന്ന് എഴുതാൻ ഞാൻ പഠിച്ചു. അത്രേ ഉള്ളൂ. ഞാൻ ഗുഹയുടെ മുൻപിൽ പേരെഴുതി വെച്ചിട്ടുണ്ട്, സൂത്രൻ കുറുക്കൻ. മിടുക്കൻ. കണ്ടവർക്കൊക്കെ വലിയ ഇഷ്ടമായി. എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ട്. കണ്ടവരൊക്കെ എന്റെ പുറത്ത് തട്ടിയിട്ട് വെരി ഗുഡ് എന്ന് പറഞ്ഞു. എടാ മിടുക്ക, നീ എന്റെ മാനം കാത്തു. വാ, ഞാനും ഒന്ന് കാണട്ടെ. ഉഗ്രൻ. ഈ ചിരി അത്ര ശരിയല്ലല്ലോ. സൂത്രകീർക്കൻ. ചേട്ടാ, എനിക്ക് എന്റെ പേരൊന്ന് മാറ്റണം. എന്താ തന്റെ പേര്? പേര് അടതൻ എന്നാ. ആ പേരല്ല, കഴുത എന്ന പേരാ മാറ്റേണ്ടത്. അതെന്തിനാ? കഴുത എന്നതിന് ഭാരം ചുമക്കുന്നവൻ എന്ന അർത്ഥമുണ്ടത്രേ. അത് നാണക്കേടാ. ചുമയ്ക്കുന്നത് മാറ്റാൻ വൈദ്യരെ കൊണ്ട് മരുന്ന് കഴിച്ചാൽ മതി. ചുമയ്ക്കുക എന്നല്ല, ചുമക്കുക. ഭാരം മുതുകിലേറ്റി നടക്കുക എന്നർത്ഥം. താൻ മാത്രം പേര് മാറ്റിയിട്ട് എന്തു കാര്യം? മറ്റു കഴുതകൾ സമ്മതിക്കുമോ? അത് അവരുടെ കാര്യം. എനിക്ക് എന്തായാലും മാറ്റണം. അവര് ഭാരം ചുമന്നോട്ടെ. ഇവന്റെ കഴുത പേര് മാറ്റിയേക്കാം. വഴിയുണ്ട്. ഭാരം ചുമക്കലാണല്ലോ പ്രശ്നം. ഒരക്ഷരം അങ്ങ് കുറയ്ക്കാം.
അത്രയും ഭാരം കുറയും. ഏതക്ഷരം? കാ മാറ്റി ഋത എന്നാക്കിയാലോ? ഋത എന്നൊക്കെ പറയാൻ എളുപ്പമല്ല. എങ്കിൽ ഴു മാറ്റി കഥ എന്നാക്കാം. ഓയ്, കഥ പറയാൻ എളുപ്പമോ? അവസാനത്തെ ത മാറ്റി കഴു എന്നാക്കാം. കഴു. ഹായ്, അത് മതി, പറയാൻ ഈസിയാ. ഭാരം കുറവാ. കഴു. ഇനി ഞാൻ കഴു. ഹിഹി. പണ്ട് സംഗതി കൊള്ളാം സൂത്ര. ഞാൻ കടുവ മാറ്റി കടു എന്നാക്കിയാലോ? താൻ കുറു. ചേട്ടാ, ഞാനും പേര് മാറ്റി. തവള മാറ്റി തവയാക്കി. ഞാൻ കുരുവി മാറ്റി, ഇപ്പൊ കുരുവാ. ആമ മാറ്റി. പുതിയ പേര് ആ. ഈ കാട്ടിൽ ഇത്രയും മണ്ടന്മാരോ? എല്ലാം ആ കഴു കാരണമാ. കഴുവാണ് ശരിക്കും മണ്ടൻ. വിഡ്ഢി കഴു, മണ്ടൻ കഴു. അമ്മടോ, താനല്ലേ മണ്ടൻ എന്ന് വിളിക്കും അല്ലേ? താനാണോ മണ്ടൻ? മണ്ടൻ കുറു. അയ്യോ അയ്യോ, കൊത്തല്ലേ. ഓം, കളിയാക്കുന്നതിനൊക്കെ ഒരു മര്യാദ വേണ്ടേ? ഷെടോ, ആ കഴുതയെ കളിയാക്കിയതിന് ഇവനെന്തിനാ ചൂടാവുന്നത്? തനിക്ക് മനസ്സിലായില്ല അല്ലേ? ഓ, ഇവന് പേര് മാറ്റി കഴുകൻ മാറ്റി കഴു എന്നാക്കി. ആരാ? അത് ശരി, സ്വപ്നമായിരുന്നു. നമ്മള് ചോദിച്ച 3 കളറും കരടിച്ചേട്ടൻ തന്നു, പശയും തന്നു. മതി, ഇനി സ്വപ്നത്തിൽ കണ്ട കിളിയെ ഞാൻ തനിക്ക് കാണിച്ചു തരാം. ആദ്യം ചെവി ഇങ്ങനെ വെച്ച് ഒട്ടിക്കണം. ഇനി ഞാൻ പറഞ്ഞതുപോലെ കളർ അടിക്കണം. അത് തന്റെ ജോലിയാ. ഇവിടെ മഞ്ഞല്ലേ? റെഡി. ഇനി താൻ എല്ലാവരെയും വിളിച്ചു കൂട്ട്. മീനിന്റെ കാര്യം പ്രത്യേകം പറയണം. വേറെ ഏതോ നാട്ടിന്ന് വന്ന കിളിയാ. മീൻ മാത്രമേ തിന്നു, കാണണ്ടേ? വേണ്ട. പുള്ളിക്ക് ഇവിടെ വലിയ പരിചയമില്ല. മീനൊക്കെ നമ്മള് വേണം കൊടുക്കാൻ. പിന്നെ എനിക്ക് വേറെ പണിയുണ്ട്. എടോ, ഒരുത്തനും ഒരു മൈൻഡ് ഇല്ലല്ലോ. ഓ, നടന്ന് അവസാനം ഒരാളെ കിട്ടി. പുള്ളി മീൻ പിടിക്കാൻ പോയിട്ടുണ്ട്. വരുന്നുണ്ട് കേട്ടോ, കൈ നിറയെ മീനാ. ഹിഹി. ഹായ്. കരടിച്ചേട്ടനോ? എന്താടോ ഇവിടെ ഒരു പെയിന്റ് മണം? അമ്മടെ കൊള്ളോ, എന്റെ പെയിന്റ് മേടിച്ച് അടിച്ചിട്ട് എന്നെ പറ്റിക്കുന്നു. തനിക്ക് വേറെ ആരും കിട്ടിയില്ല അല്ലേടോ ഫൂളെ. നേരം വെളുത്തോ? ആരാ ഈ ഗുഹ അടച്ചു വച്ചത്? അത് ശരി, ഇതേതോ വയസ്സിനാനയാ. ഇടന്നുറങ്ങാൻ കൊണ്ട സ്ഥലം. ഹലോ, എഴുന്നേൽക്ക്, എനിക്ക് പുറത്തിറങ്ങണം. എണീക്കണോ? ശല്യം. ഇനി എന്തു ചെയ്യും? വിശന്നിട്ട് വയറ് കത്തുന്നു. ഈ കല്ലിന്റെ പിന്നിലൊരു രഹസ്യ വഴിയില്ലേ? ഷോ, ഞാൻ അതങ്ങ് മറന്നു. ഇതിലേ പോയാൽ അപ്പുറത്തെ മാവിൻചോട്ടിലെത്താം. ഇങ്ങനെ കിടന്നാൽ സൂത്രൻ എങ്ങനെ പുറത്തിറങ്ങും? ചേട്ടോ, ചേട്ടോ. എന്താണോ? അപ്പുറത്ത് പോയി കിടക്കു ചേട്ടോ, അകത്ത് സൂത്രനുണ്ട്. ഓ, ഇതാരാ പിന്നെ തോണ്ടുന്നത്? ചേട്ടാ, ചേട്ടൻ ഇവിടെ എത്തിയോ? ശല്യം, ഉറക്കം കളഞ്ഞു. ഇന്നലെ രാത്രി താനാ കുഴിയിലാണോ കിടന്നത്? നിങ്ങളൊക്കെ ഈ നാട്ടിൽ താമസിച്ചിട്ട് എന്താ കാര്യം? എന്റെ ഒരു ഫ്രണ്ടിനെ ഒരുത്തൻ തള്ളി താഴെ ഇട്ടില്ലേ?
അറിഞ്ഞാലല്ലേ മിണ്ടാൻ പറ്റൂ. പാവം എന്റെ ഫ്രണ്ട്. ആരാ നിന്റെ ഫ്രണ്ട്? ഒരു മരം കൊത്തി കുഞ്ഞാ, മിടുക്കനാ. സംഭവം പറ. കൊത്തി കൊത്തി കൂടുണ്ടാക്കാൻ അവൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാ. ഏത് മരം കണ്ടാലും അവൻ കൊത്തും. അന്നേരം തൊട്ടപ്പുറത്ത് ഇത്രയും വലിയൊരു കൊമ്പ്. അവൻ കൊമ്പ് കുത്തി തുളച്ചു കൂടുണ്ടാക്കി. അപ്പോഴാ സംഭവം. ഒരുത്തൻ വന്ന് കൊമ്പ് കുലുക്കി അവനെ താഴെ ഇട്ടു ചേട്ടാ, താഴെ ഇട്ടു. ഷേ കരയാതെ കരിഞ്ചുണ്ണി. കരയാനൊന്നും എന്നെ കിട്ടില്ല. ഓർത്തിട്ട് എന്റെ ചോര തിളയ്ക്കുകയാ. എന്ത്? നമുക്ക് അവനോട് പകരം ചോദിക്കാം. വാ. ഓ വരട്ടെ വരട്ടെ. ഈ കുലുക്കിയിട്ടവന് എന്ത് വലിപ്പം വരും? നീരെ കുഞ്ഞാ, നീ ഇത്രയും പൊക്കം കാണും. ആ എന്നാ പിന്നെ കുഴപ്പമില്ല. വാ ചോദിച്ചിട്ട് വരാം. ഓരോടെ മരം കൊത്തി കുഞ്ഞിനെ തള്ളി താഴെ ഇട്ടത്? ഹമ്പടാ നില്ലടാ അവിടെ. പറയടാ, മരം കൊത്തി കുഞ്ഞിനെ നീ എന്തിനു തള്ളിയിട്ടു? കൊമ്പ് കുത്തി കൂടുണ്ടാക്കിയിട്ടാ. മരക്കൊമ്പിൽ കൂടുണ്ടാക്കാൻ മരം കൊത്തിക്ക് അവകാശമുണ്ട്. മരക്കൊമ്പിലല്ല ചേട്ടന്മാരെ, വയസ്സായി കിടക്കുന്ന എന്റെ അപ്പൂപ്പന്റെ കൊമ്പിലാ. ഏ സൂത്ര, വന്ന് ഇറച്ചി കഴിക്കി. എനിക്ക് വേണ്ട. മുയലിറച്ചിയാ, വന്നു കഴിക്കി. മുയലിറച്ചി എനിക്ക് ഇഷ്ടമല്ല. മുയലിറച്ചി തിന്നാലേ ശക്തി കിട്ടൂ, അച്ഛൻ പറഞ്ഞിട്ടില്ലേ? അതെങ്ങനെ? അതെ, മുയലിറച്ചി ശരീരത്തിൽ ചെല്ലുന്നത് ആരോഗ്യത്തിന് നല്ലതാ, ശക്തി കൂടും. അതു തെറ്റാ സൂത്രന്റെ അമ്മേ. അതെന്താ ശീരു? മുയലിറച്ചി തിന്നാൽ ആരോഗ്യം കിട്ടില്ലേ? മയിലിന് നമ്മളെക്കാൾ ശക്തിയുണ്ടോ സൂത്രന്റെ അമ്മേ? ഇല്ല, അതെന്താ അങ്ങനെ ചോദിച്ചത്? മയിലിന്റെ ശരീരത്തിൽ മൊത്തം മയിലിറച്ചിയല്ലേ, എന്നിട്ടെന്താ മയിലിന് ശക്തിയില്ലാത്തത്? സൂത്ര, അല്പനും ചെൽപ്പനും ഒരു സംശയം. എന്താ സംശയം? അത് പങ്കിടുക, പങ്കുവെക്കുക, ഇതിലേതാ ശരി? ഓ, മലയാളത്തിലെ സംശയമാണോ? മലയാളത്തിലെ സംശയമോ? മനസ്സിലായില്ലേ മലയാളത്തിലാണോ സംശയിച്ചതെന്ന്? അതല്ല, പങ്കിടുക പങ്കുവെക്കുക ഇത് രണ്ടും മലയാളത്തിലെ വാക്കുകളാണല്ലോ. ഭാഷ ഏതായാലും ശരി, ഏതാണെന്നറിഞ്ഞാൽ മതി. രണ്ടും ശരിയാ, പക്ഷേ പങ്കിടുക എന്നതാണ് കൂടുതൽ നല്ലത്. പങ്കുവെക്കുക അല്ലേ കൂടുതൽ നല്ലത്? അല്ല, പങ്കിടുക എന്ന് പറയുമ്പോഴാ കൂടുതൽ രസം. പങ്കുവെക്കുക അതും രസമുണ്ടല്ലോ. പങ്കിടുക അല്ലേ ചെറിയ വാക്ക്. പങ്കിടുക 4 അക്ഷരമേ ഉള്ളൂ. പങ്കുവെക്കുക അതിന് 5 അക്ഷരമുണ്ട്. 5 വലുത്, അപ്പോ പങ്കുവെക്കുക ജയിച്ചു. അതല്ലട്ടോ, 4 അക്ഷരമാണെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു തീരും. പെട്ടെന്ന് പറഞ്ഞു തീർക്കുന്നത് എന്തിനാ? നമുക്ക് തിരക്കൊന്നുമില്ലല്ലോ. താൻ എന്തൊക്കെ പറഞ്ഞാൽ പങ്കിടുക അതാ നല്ലത്. ചേട്ടാ എന്നാ പിന്നെ ഉറപ്പിക്കട്ടെ, പോയിട്ട് അല്പം തിരക്കുണ്ട്. അവന് അല്പം തിരക്ക്, നിനക്ക് ചെൽപ്പം തിരക്കാണോ? പങ്കിടൽ മതി, ഉറപ്പിച്ചോ? അതൊക്കെ പോട്ടെ, ഇത്ര തിരക്കിട്ട് ഇതറിഞ്ഞിട്ട് എന്തിനാ? കുറച്ച് മുട്ട കിട്ടി, അതിലൊരു പങ്ക് അമ്മാവന് കൊണ്ടു കൊടുക്കാൻ അമ്മ പറഞ്ഞു. അമ്മാവന് പങ്കിടണോ പങ്കുവെക്കണോ എന്നറിയാനാ. ബെസ്റ്റ്, അമ്മാവന് മുട്ട കൊടുക്കാൻ മലയാളം പഠിക്കണോ? ഓഹോ, ചോദിച്ചു. സൂത്രൻ ചേട്ടൻ പറഞ്ഞത് അനുസരിച്ചത് മണ്ടത്തരമായി. അതെന്താ? പങ്കുവെച്ചാൽ മതിയായിരുന്നു, പങ്കിട്ടപ്പോൾ മുട്ട പൊട്ടിപ്പോയി. പുതിയ ഗുഹയിൽ കള്ളന്മാരുടെ ശല്യം, കാവലിന് ഒരാളെ വേണം. പ്രത്യേകിച്ച് പണയൊന്നുമില്ലാത്ത ആരെയെങ്കിലും കിട്ടുമോ നോക്ക്. അമ്മാവിന് പറ്റിയ ഒരു പണിയുണ്ട്, വാ.
പ്രത്യേകിച്ച് പണിയില്ലാത്തവർക്കുള്ള പണിയോ? സൂത്രന്റെ അമ്മാവനോ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ശരി, ഇവിടെ വന്നിരിക്ക്. ഞാൻ ഇല്ലാത്ത സമയത്ത് ഇവിടെ തന്നെ വേണം. അവിടെ ഇരുന്നാൽ പോരോ, ഇവിടെ. വരാം. ഇരുന്നാൽ എണീക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാ. ഇരുന്നാൽ എണീക്കാൻ പറ്റാത്ത ആളെയാണോ കാവലിന് കൊണ്ടുവന്നത്? അമ്മാവൻ പോയിക്കോ, ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. വേണ്ടി വന്നാൽ കള്ളനെ ഒന്ന് പേടിപ്പിക്കാൻ പറ്റുന്ന ആളാവണം. തനിക്ക് പേടിപ്പിക്കുന്ന അമ്മാവന്മാരുണ്ടോ സൂത്ര? കള്ളൻ രാത്രിയിൽ വന്നാൽ ഞാൻ മാറി നിൽക്കാം. ഇരുട്ടിലൊറ്റയ്ക്കായി പോയാൽ കള്ളൻ പേടിക്കും. ആഴ്ചയിൽ ഒരു ദിവസം കാവൽ നിൽക്കാം. ബാക്കി ദിവസം എനിക്ക് കക്കാൻ പോണം. ഇവരൊന്നും ശരിയാവില്ല. വേറൊരു വഴിയുണ്ട്. ഇവരിൽ ആരെങ്കിലും മതി. ഏത് കള്ളനും പേടിച്ചോളും. നിങ്ങളിൽ ആർക്കാ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തത്? ഗുഹ അടച്ച കല്ലിനടുത്ത് ഒളിച്ചിരിക്കണം. കള്ളൻ വന്ന് ഗുഹ തുറക്കുമ്പോൾ കാലിൽ ചുറ്റണം. കടിയനെ വിളിക്കാം. കള്ളനെ പേടിപ്പിക്കുന്ന വിധം കാണിച്ചു കൊടുക്കണ്ടേ? കള്ളൻ പേടിച്ച് അലറി കരയും. വാ, ചേട്ടന് കാണിച്ചു തരാം. ശരു, താൻ കള്ളനെ പോലെ ചെന്ന് ഗുഹ തുറക്ക്. എന്റെ അമ്മോ! കേട്ടോ, കള്ളൻ ഇങ്ങനെ പേടിച്ച് കരയും. പക്ഷേ കരഞ്ഞത് ഞാനല്ല സൂത്ര. കല്ലു മാറ്റണേ. ഏ? മുതുകത്തേക്കാണോട് കല്ലു ഇട്ടുന്നത്? ദ്രോഹി. ആഹാ, അനിയന്റെ മുതുകു ചതച്ചിട്ട് ഇവിടെ താമസിക്കുന്നത് ഞങ്ങൾക്കൊന്ന് കാണണം. 10-12 പാമ്പുണ്ട്. ഇനി ഒരു കള്ളനും ഗുഹയിൽ കേറില്ല ചേട്ടാ.